വൺസ് അഗൈൻ ഒരു കംപ്ലീറ്റ് ട്രൗപ്പുള്ളറാകാനുള്ള എല്ലാ സാധ്യതയും കാഴ്ചവെച്ചിരിക്കുകയാണ് നമ്മുടെ പ്രദീപ് രംഗനാഥൻ. ഞാൻ പറഞ്ഞു പോകുന്ന ഡ്രാഗൺ എന്ന സിനിമയെ കുറിച്ചാണ്. ഓർമ്മക്കടവുളയ്ക്ക് ശേഷം എടുത്തിട്ടുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു സൂപ്പർബ് എന്റർടൈനറാണ് ഡ്രാഗൺ. ആദ്യ അവസാനം നല്ല രീതിയിൽ നമ്മൾ ആസ്വദിക്കാൻ സാധിക്കുന്ന, കുറേയധികം ഇമോഷൻ കണക്ട് നൽകുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനറാണ്. വൺസ് അഗൈൻ വേൾഡ് ഔട്ട് ടുഡേക്ക് ശേഷം പ്രദീപ് രംഗനാഥൻ ഒരു ആക്ടർ എന്ന രീതിയിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ഡ്രാഗൺ. അപ്പോൾ സിനിമ തുടങ്ങുന്നത് രാഘവൻ എന്ന ക്യാരക്ടറിലൂടെയാണ്. പ്രദീപാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ഹയർ സെക്കൻഡറിയിൽ. സോ ബിടെക്കിലേക്ക് അത്രയും വലിയൊരു കോളേജിൽ 95% മാർക്ക് സ്കോർ ചെയ്തവർക്ക് മാത്രം സീറ്റ് കിട്ടുന്ന ഒരു കോളേജിലോട്ട് അഡ്മിഷൻ കിട്ടി നിൽക്കുന്ന സമയത്താണ് ആളൊരു കുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നത്. സോ അവർ ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് കൂടുതൽ ബാഡ് ബോയ്സിനെയാണ് ഇഷ്ടം, നല്ല മാസ ഗെത്ത എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ്. അപ്പം അങ്ങനെ ആകണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് ആ 4 വർഷക്കാലം 48 സപ്ലി എന്ന വലിയ ഫിഗറോടെ ആ കോളേജിൽ നിന്നും വിട്ടുപോവുകയാണ്. എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അവിടുത്തെ പ്രിൻസിപ്പൾ പുള്ളിനെ കാണുന്നത്. ഒരു നല്ല എക്സാമ്പിൾ അല്ല, അങ്ങനെ ആവരുത് എന്നുള്ള രീതിയിലാണ്. പിന്നീട് പക്ഷേ പുള്ളി മനസ്സിൽ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ ഇത്തിരി മാസം ഗെത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെൺപിള്ളേർ സെറ്റാവുള്ളൂ എന്നുള്ള രീതിയിൽ പെണ്ണ് സെറ്റാകുന്നുണ്ടെങ്കിലും ഒരു റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ കോളേജ് കഴിഞ്ഞ് പുറത്ത് ഈ സൊസൈറ്റിക്ക് മുന്നിൽ നൽകുന്ന സമയത്ത് അവൾക്ക് അവനൊരു പോരായ്മയായിട്ടല്ലോ ഫെയിലിയർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നീട് ഒരു വൺ നൈറ്റ് സക്സസ് ചെയ്യാനായി ആഗ്രഹിക്കുന്ന നായകനും പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വലിയ കമ്പനി ജോയിൻ ചെയ്യുകയും പെട്ടെന്ന് തന്നെ പുള്ളി പറഞ്ഞ പോലെ പെട്ടെന്ന് എനിക്കൊരു സക്സസ് എന്ന രീതിയിൽ പോവുകയും പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമാണ് സിനിമ. നമുക്കറിയാം നായകൻ ഒരു ഫ്രോഡ് ചെയ്ത് ഒരു കാര്യം ചെയ്യുന്നു. അവസാനം എന്തായാലും നമുക്കറിയാം ഒരു പ്രെഡിക്റ്റബിൾ ആണ്, കാരണം ഇത് പിടിക്കപ്പെടും, അതിനുള്ള ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള രീതിയിലാണ്. അതൊരു ഹ്യൂമറസ് വേയിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ സിനിമ. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇത് മിസ്സാവുന്നുള്ള രീതിയിൽ ഉള്ളത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല കൂടുതലായിട്ട്. ആൻഡ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ പ്രദീപ് രംഗനാഥൻ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ നായകൻ്റെ അച്ഛൻ്റെ വേഷം ചെയ്ത മറിയം ജോർജ്, പുള്ളിയുടെ ഇമോഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ട്. പിന്നെ അമ്മയായി ചെയ്ത മെയ്യഴകനെ നമുക്കറിയാം, കണ്ടിട്ടുള്ളതാണ്. അവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അനുപമ പരമേശ്വരൻ്റെ ക്യാരക്ടർ നല്ല രീതിയിൽ എഴുതിയിട്ടുള്ളതും അവൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ എന്താ പറയുക ഡ്രീം ഗേൾ ആയ കയതു, അവൾ ആ ലുക്കും കാര്യങ്ങളൊക്കെ സൂപ്പർവായിട്ട് തന്നെയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ച് ആകുന്ന ഒരു തരത്തിലുള്ള സംഭവമാണ്. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് മിഷ്കിൻ്റെ ക്യാരക്ടറാണ്. വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള വളരെ നല്ല ക്യാരക്ടറാണ്. ഈ സിനിമയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ്. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ട് നമുക്ക് വളരെയധികം കണക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ പുള്ളി ഈ സിനിമ കംപ്ലീറ്റ്ലി ഒരു എന്റർടൈനറാണ്. കാരണം വളരെ കുറേ സംഭവത്തിൽ നമ്മളുമായിട്ട് വളരെ രീതിയിൽ കണക്റ്റഡ് ആവും ഈ സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു നല്ലൊരു ഗംഭീര എന്റർടൈനർ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രാഗൺ ഒരു വെർത്ത് മൂവിയാണ്. ക്ലൈമാക്സിനോട്ട് അടുക്കുമ്പോഴൊക്കെ ഭയങ്കര, ഞാൻ പറയുന്നത് ഒരു എന്റർടൈനറിന്റെ അവസാനം ഒരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ എപ്പോഴും ഒരു സക്സസ് ഫോർമുല ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു സംഭവം. കംപ്ലീറ്റ്ലി കമേഴ്ഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യുകയും എൻഡിലൊരു നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉള്ളത് നമ്മൾ ഒട്ടനവധി സിനിമകൾ കേട്ടിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തൊരു സിനിമ കൂടിയാണ് ഡ്രാഗൺ എന്നുള്ള സിനിമ. തീർച്ചയായും പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.